നമസ്കാരം. പാർട്ടി കോൺഗ്രസ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള വാക്കാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം പാർട്ടി കോൺഗ്രസ് അവരുടെ പ്രവർത്തനത്തിന്റെ ഊർജമാണ്, അടിസ്ഥാനമാണ്. എന്നാൽ പാർട്ടി കോൺഗ്രസിൽ നിന്ന് മാറി CPM ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി ആയിക്കൊണ്ടിരിക്കുന്നു. അത് വെറുതെ പറഞ്ഞതല്ല. കോൺഗ്രസ് പാർട്ടിയിലുള്ള എല്ലാ വൃത്തികേടുകളും, എല്ലാ സ്വേച്ഛാധിപത്യവും, എല്ലാ തമ്മിലടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കും എത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് പാർട്ടി കോൺഗ്രസിൽ നിന്ന് മാറി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ് പാർട്ടിയോടൊപ്പം ആയിരിക്കുന്നു, അതിന് തുല്യമായിരിക്കുന്നു. ഗ്രൂപ്പിസവും വിമത പ്രശ്നവും വിഭാഗീയതയും ഒക്കെയായി CPM വളർന്നുകൊണ്ടിരിക്കുന്നു, തമ്മിലടിച്ചു വളർന്നുകൊണ്ടിരിക്കുന്നു. മുമ്പ് കേരള കോൺഗ്രസിനെ പറയും പോലെ വളരും തോറും പിളരും, പിളരും തോറും വളരും എന്നൊരവസ്ഥയിലോട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറുകയാണോ എന്ന് സംശയം. മറ്റൊന്നും കൊണ്ട് പറയുന്നതല്ല, വിഭാഗീയത വളരുന്നു, ഗ്രൂപ്പിസം വളരുന്നു, പിന്നെയോ സ്വേച്ഛാധിപത്യവും വളരുന്നു. ഈ സ്വേച്ഛാധിപത്യം ഈ പാർട്ടിയിൽ ഇത്രയും അധികം എത്തിയത് കഴിഞ്ഞ 10 വർഷങ്ങൾ കൊണ്ടാണ്. അധികാരം ഒരിടത്ത് കേന്ദ്രീകരിച്ചു. സാധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മന്ത്രിമാർ അല്ലെങ്കിൽ മന്ത്രിസഭ അറിയപ്പെടുന്നത് CPM മന്ത്രിസഭ എന്നാണ്. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷം കൊണ്ട് അറിയപ്പെടുന്നത് പിണറായി മന്ത്രിസഭ എന്നാണ്. സാധാരണ മാധ്യമപ്രവർത്തകർ പോലും പറയുന്നത് 3ാം പിണറായി സർക്കാർ എത്തുമോ എന്നാണ്. അത് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ എന്നുള്ള രീതി മാറി പിണറായി മന്ത്രിസഭ എന്നായി മാറി. സ്വേച്ഛാധിപത്യം സാധാരണ ജനങ്ങൾക്ക്, സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് സഹിക്കുന്നതിനും അപ്പുറമാണ് ഈ സ്വേച്ഛാധിപത്യം. സാധാരണ പ്രവർത്തകരെ അംഗീകരിക്കുന്നില്ല, അവരെ അടുത്തു പോകാൻ തയ്യാറാകുന്നില്ല. 30ഉം 40ഉം കാറുകളുടെ അകമ്പടിയോടെ മഹാരാജാവിനെ പോലെയുള്ള എഴുന്നള്ളത്ത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും. സാധാരണ ജനങ്ങളെ ഒരു തീണ്ടാപ്പാടകലെയല്ല, ഒരു വിളിപ്പാടകലെ നിർത്തിക്കൊണ്ടുള്ള ഭരണം. താഴെ ബൂത്ത് തലം തൊട്ട് അങ്ങ് സംസ്ഥാന നേതൃത്വം വരെ വിഭാഗീയതയും ഗ്രൂപ്പിസവും. ഗ്രൂപ്പിസത്തിന് ഇപ്പോൾ 2 ഗ്രൂപ്പുകൾക്കും ഒരേ പേരേയുള്ളൂ. മുമ്പുണ്ടായിരുന്നു അച്യുതാനന്ദൻ വിഭാഗം, പിണറായി വിഭാഗം എന്നൊക്കെ പറയാമായിരുന്നു. ഇപ്പോൾ പിണറായി വിഭാഗവും പിണറായി വിരുദ്ധ വിഭാഗവുമാണ്. പിണറായിയെ പറഞ്ഞു പറ്റിച്ചിരിക്കുന്നത് ഒരു ത്രയങ്ങളാണ്. ത്രയങ്ങൾ എന്ന് പറഞ്ഞാൽ ജയരാജത്രയങ്ങൾ. അടുത്ത ഭരണം കിട്ടും ഉറപ്പാണ് എന്ന രീതിയിൽ പിണറായിയെ പറഞ്ഞു പറ്റിച്ച് പിറകിൽ മാറി നിന്ന് രഹസ്യമായി വാപൊത്തിച്ചിരിക്കുകയാണ് ഈ ത്രയങ്ങൾ. ഈ ത്രയങ്ങളും തമ്മിലടിയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമള ആന്തൂരിൽ മത്സരിക്കാൻ തുടങ്ങിയപ്പോൾ ഈ ഗ്രൂപ്പിസം വളരെ ശക്തമായി. അത് പാർട്ടിയിൽ വലിയ പൊട്ടിത്തെറിയുണ്ടായി. പാർട്ടിയിലെ നേതാക്കൾ വിമത വേഷമണിഞ്ഞ് UDF-ന്റെ അനുകൂലികളായി അല്ലെങ്കിൽ UDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി. മുമ്പായിരുന്നെങ്കിൽ ഇതെന്ത് സംഭവിക്കും? കായികമായി നേരിടും, മാനസികമായിട്ടൊന്നുമല്ല, കായികമായി ശക്തിയുക്തം നേരിട്ട് ഈ വിമത പ്രശ്നങ്ങളെ ഒതുക്കുമായിരുന്നു. എന്നാൽ കായികമായി നേരിട്ട് വിമത പ്രശ്നങ്ങളെ ശക്തിയുക്തം ഒതുക്കാൻ കഴിവില്ലാത്ത ഒരു പാർട്ടിയായി ഇന്ന് CPM. പഴയ കേഡർ സ്വഭാവമൊക്കെ പോയി. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ അവസ്ഥയായി CPM-നും. മുമ്പായിരുന്നെങ്കിൽ കേരളത്തിൽ ഇതുപോലെ വിമത പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നോ? ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? നേതാക്കൾ ഒതുങ്ങും, ഒതുക്കും. ഇപ്പോൾ ഒരു മതിലിടിച്ച്, ഒരു കാറ് കത്തിച്ച് ഒക്കെ പ്രശ്നങ്ങൾ തീർന്നു. ശാരീരികമായി നേരിടാൻ കഴിയുന്നില്ല. അതിനെ കുറവായി ഞാൻ കാണുന്നില്ല. മുമ്പ് അങ്ങനെയായിരുന്നു എന്നുള്ളത് കൊണ്ട് പറഞ്ഞതാണ്. MV രാഘവന് പോലും ജീവൻ രക്ഷിക്കാൻ വെടിയുതിർക്കേണ്ടി വന്നു. ആ സാഹചര്യമാണ് ഞാൻ ഇവിടെ ഓർമ്മിപ്പിച്ചത്. അല്ലാതെ എതിർത്താൽ കായികമായി നശിപ്പിക്കണം എന്ന അർത്ഥത്തിലല്ല. ജനം, സാധാരണ പ്രവർത്തകർ ഇപ്പോൾ പാർട്ടിക്കെതിരായി തുടങ്ങിയിരിക്കുന്നു. ഈ കഴിഞ്ഞ ഇലക്ഷനിൽ, ഈ നിയമസഭാ ഇലക്ഷനിൽ അത് പ്രതിഫലിക്കും എന്ന് തന്നെ സാധാരണ പ്രവർത്തകർ വിശ്വസിക്കുന്നു. എന്തെങ്കിലും തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവനെ BJP-കാരനാക്കും, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരനായി മുദ്ര കുത്തി പുറത്താക്കും, അല്ലെങ്കിൽ അടുപ്പിക്കാതാക്കും. നേതാക്കളുടെ സ്വേച്ഛാധിപത്യം അണികൾക്ക് പിടിക്കുന്നില്ല, കൂട്ടായ നേതൃത്വമില്ല. എല്ലാം പിണറായിയിൽ ഒതുക്കി. 2ാം നിര നേതാക്കളെയില്ല.
പിണറായിക്ക് ശേഷം ആര് എന്നൊരു ചോദ്യം വന്നാൽ അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ ഒരു നേതാവ് ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നു ഒരാൾ, കോടിയേരി ബാലകൃഷ്ണൻ ശക്തനായ നേതാവായിരുന്നു. ഒരുപക്ഷെ പിണറായിയേക്കാൾ ഉയരമുള്ളയാൾ, പിണറായിയേക്കാൾ സ്വാധീനമുള്ളയാളായിരുന്നു. അതിനുശേഷം മറ്റൊരു നേതാവ് ഉയർന്നു വന്നിട്ടില്ല, ഉയർന്നു വരാൻ സമ്മതിച്ചിട്ടില്ല. രണ്ടാം പിണറായി മന്ത്രിസഭയിൽ അങ്ങനെ ഉയർന്നു വരാൻ സാധ്യതയുള്ളവരെയെല്ലാം ആദ്യമേ വെട്ടിമാറ്റി. മരുമോനെ മന്ത്രിസ്ഥാനം നൽകി. അതോടുകൂടി പാർട്ടിയിൽ അന്തഛിദ്രം ഉടലെടുത്തു. നഷ്ടമായ ഐഡിയോളജിയും പ്രത്യയശാസ്ത്രവും അധികാരം മാത്രം ലക്ഷ്യമെന്ന രീതിയിൽ ജനത്തിനെ മറന്നുകൊണ്ടുള്ള മുന്നോട്ടു പോക്കാണ് ഇപ്പോൾ CPM-നെ ബാധിച്ചിരിക്കുന്ന ക്യാൻസർ. വിഭാഗീയതയൊക്കെ മുൻപുമുണ്ട്, എന്നാൽ അത് ഇത്രത്തോളം ശക്തമായ ഒരു വിഭാഗീയതയായിരുന്നില്ല. ഇപ്പോഴത്തെ വിഭാഗീയതയ്ക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഒരേ ആളിന്റെ പേരിലുള്ള വിഭാഗീയത. എങ്ങനെ? ഞാൻ നേരത്തെ പറഞ്ഞു, പിണറായി പക്ഷം, പിണറായി വിരുദ്ധ പക്ഷം. എങ്ങനെയും പിണറായിയെ അധികാരത്തിൽ നിന്ന് പുറത്തിറക്കാൻ ശ്രമിക്കുന്നത് കോൺഗ്രസും BJP-യും മാത്രമല്ല, പാർട്ടിയിലെ അണികൾ പോലുമുണ്ട് എന്നുള്ളതാണ് രസകരമായൊരവസ്ഥ. പല കാരണങ്ങൾ പറഞ്ഞ് ശക്തരായ നേതാക്കളെ ഒതുക്കി തനിക്ക് വേണ്ടപ്പെട്ടവരെ മാത്രം മന്ത്രിസഭയിലും തന്റെ ചുറ്റിലും അണിനിരത്തി. ഒരു വൻ തണൽ മരമായി പിണറായി മാറി. അതിന്റെ ചുവട്ടിലുള്ള ചെറിയ പുൽനാമ്പുകളായി കുറെ അണികൾ, അല്ലെങ്കിൽ കുറെ മന്ത്രിമാർ, കുറെ നേതാക്കൾ. നേരെ സൂര്യവെളിച്ചത്തിൽ വളർന്നു പന്തലിക്കാവുന്ന വൻമരങ്ങളാകാൻ കഴിവില്ലാത്ത രണ്ടാം നിര നേതാക്കൾ. പിണറായിക്ക് ശേഷം ആര് എന്നൊരു ചോദ്യം വരുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനെയാണ്. മുഖ്യമന്ത്രിയായോ പ്രതിപക്ഷ നേതാവായോ MV ഗോവിന്ദൻ, മുഖ്യമന്ത്രിയായോ പ്രതിപക്ഷ നേതാവായോ MA ബേബി. MA ബേബി കൂടുതൽ കരുത്തരാകും. പിന്നെയുള്ള നേതാക്കൾ ആരാ? സ്വരാജും KK ശൈലജ ടീച്ചറും മുഹമ്മദ് റിയാസും P രാജീവും ബാലഗോപാലും ഒക്കെയാണ്. സ്വന്തമായി കഴിവ് തെളിയിക്കാൻ കരുത്തുള്ളവർ ഇതിനകത്തുണ്ട്. പക്ഷേ അതിനുള്ള അവസരം നിഷേധിക്കപ്പെട്ട് ഒതുങ്ങിക്കഴിയുന്നവർ. ഇപ്പോൾ നിയമസഭാ റിസൾട്ട് വരുമ്പോൾ ഇടതുപക്ഷമാണ് ഭരിക്കുന്നതെങ്കിൽ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ തന്നെയാണ്. എന്നാൽ പ്രതിപക്ഷത്തായാൽ പ്രതിപക്ഷ നേതാവ് ആരായിരിക്കും? എന്തായാലും പിണറായി ഏറ്റെടുക്കില്ല എന്ന് തന്നെയാണ് പൊതുവെയുള്ള സംസാരം രാഷ്ട്രീയ വൃത്തങ്ങളിൽ. ഇപ്പോൾ സ്വേച്ഛാധിപത്യ പാർട്ടിയായി തുടരുന്ന CPM ഇനിയെങ്കിലും കുറച്ചുകൂടി ജനാധിപത്യ പാർട്ടിയായി മാറണം. ജനങ്ങളുടെ ഹൃദയത്തോട് ഒപ്പം ചേർന്ന് നിൽക്കുന്നവനാകണം. എതിരഭിപ്രായം പറയുന്നവനെ ചുട്ടുകൊല്ലുന്നവനാകരുത്, തല്ലിക്കൊല്ലുന്നവനാകരുത്. അവന്റെ എതിർപ്പിന് കാരണം എന്താണെന്ന് മനസ്സിലാക്കി കൂടെ നിർത്താൻ കഴിയുന്ന ഒരു പാർട്ടിയായി CPM മാറണം. CPM-നെ സംബന്ധിച്ച് കേരള രാഷ്ട്രീയത്തിൽ, കേരളത്തിൽ ഒരുപാട് സാധ്യതകൾ ഉണ്ടായിരുന്നതാണ്. സാധ്യതകൾ ഇനിയുമുള്ളതാണ്. കേരളത്തിന്റെ സമൂഹത്തിന്റെ വളർച്ചയിൽ ഒരുപാട് പങ്ക് വഹിച്ചിട്ടുള്ള പാർട്ടിയാണ് CPM. അതുകൊണ്ട് തന്നെ ഈ പാർട്ടിയുടെ തകർച്ച പാടില്ല. സമ്പൂർണ്ണ തകർച്ചയിൽ നിന്ന് ഈ പാർട്ടിയെ രക്ഷിക്കാൻ ഇനിയൊരു ഉദയം ഉണ്ടായേ പറ്റൂ, ഒരു നേതൃത്വം ഉണ്ടായേ പറ്റൂ. അതാരെന്ന് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.